ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു വെറൈറ്റി ഒരു വീഡിയോ ആണ്. കാരണം ഇവിടെ നമുക്ക് അമ്മയുടെ ഒരു 1-2 കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പപ്പായ ഉണ്ട്, 1-2 മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മരങ്ങളിൽ കൂടുതൽ കായ്ഫലം കിട്ടാൻ വേണ്ടി നമ്മളൊരു വെറൈറ്റി ഒരു ട്രിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അതാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഫ്രണ്ടിലായിട്ട് ഒരു മരമുണ്ട്, അത് കുറച്ച് ഏകദേശം ഒരു അത്യാവശ്യം കായ്ഫലം ഒക്കെ കിട്ടുന്നതാണ്. അതിനകത്ത് 1, 2, 3, 4 പപ്പായൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ആ മരം നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പം ബാക്കിലായിട്ട് ഒരു കുഞ്ഞു മരമുണ്ട് അല്ലേ, അതിനകത്ത് ഒരു കുഞ്ഞു മൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് പ്രയോഗിച്ച് നോക്കാം. എങ്ങനെയൊക്കെ ചെയ്യണ്ടേ കാര്യങ്ങൾ? ആദ്യം അതിന്റെ കുറച്ച് ഭാഗം കണ്ടിക്കുക, പിന്നെ ഒരു കവർ ഇട്ടിട്ട് മൂടുക. ഗേസ്, അപ്പൊ എന്തൊക്കെയായാലും അമ്മയ്ക്ക് പോലും അറിയത്തില്ല എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കുറച്ച് കമ്പും വേണം, ഒരു കവറ് വേണം, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അതിനെ കട്ട് ചെയ്തങ്ങ് കളഞ്ഞേക്കണം മൊത്തത്തില്. എങ്ങാനും കിളിച്ച് കുറച്ച് പകുതി ഭാഗത്തോളം കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. ഇതിപ്പോ വേണ്ട 1 വർഷമായി, ഇത് ഞാൻ നീണ്ടു പോവല്ലാതെ വലിയ കായ്ഫലമൊന്നും ഇല്ലടാ. കഴിഞ്ഞ വർഷം കണ്ട നമ്മളിത് വെച്ചതല്ലേ ആണോ? ഇത് അത്യാവശ്യം നീളമൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ നീണ്ടു പോകുന്നേ ഉള്ളു. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് കുറെ പപ്പായും കാര്യങ്ങളൊക്കെ കിട്ടി. അതുകൊണ്ട് ഇപ്പോഴും ഉണ്ട് ഒരു 1, 2, 3, 4. അതുകൊണ്ട് നമ്മൾ ഇത് നശിപ്പിക്കുന്നില്ല. ബാക്കിലായിട്ട് ഒരു പപ്പായ ഉണ്ട് അവിടെ ആയിട്ട്, അതല്ലേ? അത് ചെയ്യല്ലേ? അതാ ഈ സുണ്ണി പപ്പായ കണ്ടുകൂടാ, എത്ര വർഷമായി? 3 വർഷമായി വെച്ചിട്ട്. ഇതല്ലാതെ ഒന്നും വേറെ പിടിക്കുന്നില്ല. ഇത് ഈ പപ്പായ മരോ ആ പപ്പായ മരോ നമ്മൾ ഏകദേശം ഒരേ വർഷം തന്നെ വെച്ചാണ്. 3 വർഷമായി. 3 വർഷമായല്ലേ? അത് 1 വർഷമായതേ ഉള്ളു. അത് 1 വർഷം കൊണ്ട് ഏകദേശം നമുക്ക് അത്യാവശ്യം നല്ല കായ്ഫലമൊക്കെ കിട്ടി. ഇത് കണ്ടോ, 3 വർഷം കൊണ്ട് ഈ ഒരു കുഞ്ഞു മൊട്ടാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ. നോക്കിയേ, നാണമില്ലാത്തത്. പിന്നെ നമുക്ക് കട്ട് ചെയ്യാം. എന്തായിരിക്കും കിളിക്കാത്തത്? നമുക്ക് നോക്കാം. അല്ല, എന്താ കിളിക്കാത്ത? നീളമുണ്ട് അത്യാവശ്യം. അപ്പൊ ഇതിനെ ഏകദേശം പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് നമ്മൾ ഇതിനകത്ത് ഒരു സൂത്രം കാണിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇതിലൊരു മുളകും തൈ ഇട്ടതായിരുന്നു, അത് കിളിച്ചില്ല, കരിഞ്ഞു പോയി. ഇത് എന്റെ ബന്ധിപ്പൂ തൈ, ഇത്രയായി. ഇത് എന്റെ സ്വന്തം പനിക്കൂർക്ക. ഇത് ഈന്തപ്പഴ കുരു കണ്ട കിളിച്ച് വരുന്നുണ്ട്. ഇത് നമ്മളെ മുളകും തൈ. ഒരാള് വാടി തളരുക കണ്ട. ഇത് നമ്മള് ഈ ഒരു ഇടയ്ക്ക് തന്നെ വെച്ചാണ്, ഈ ഒരു ആഴ്ച നമ്മൾ വെച്ചാണ്. അത്യാവശ്യം കിളിച്ചിരുന്നു, ഒന്ന് പോയി, ഒന്ന് വാടി വരുന്നുണ്ട്, വാടുക. പിന്നെ അതും മുളകും തൈ ആയിരുന്നു, പക്ഷെ അത് വെച്ചപ്പം തന്നെ വാടിപ്പോയി മൊത്തം. ഉറുമ്പെല്ലാം തിന്നു. അമ്മ വെച്ച ആ ഒരു മുളകും തൈയും കാര്യങ്ങളെല്ലാം വാടിപ്പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വെച്ച ഇനി 2 സംഭവങ്ങളുണ്ട്. അത് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിളിച്ചിട്ടുണ്ട്. എന്താണ് കാണിച്ചായിട്ട്? യെസ്, അപ്പൊ ഈ കാണുന്ന തെങ്ങും തൈ എന്തായിരുന്നു നമ്മത്? കവുങ്ങും കാര്യങ്ങളാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു വലിയ കവുങ്ങും ഈ ഒരു കവുങ്ങും കിളിച്ചു വരുന്ന കേട്ടോ. ഇത് 2 ഞാൻ വെച്ചതാണ്. ഈ ഒരു പപ്പായ ഞാൻ വെച്ചേ, പക്ഷെ അത് മാത്രമേ ഉള്ളൂ വാടിപ്പോയതല്ലേ. ബാക്കി എല്ലാം കിളിച്ചിട്ടുണ്ട്. അമ്മ വെച്ച മിക്കതും വാടാറുണ്ട്. നല്ല ഐശ്വര്യമുള്ള കൈകളാണ്. ആ കൈകളൊന്ന് കാണിച്ചമ്മ. മോന്റെ വിളവെടുപ്പിലെ പപ്പായയാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക കേട്ടോ. അപ്പൊ ഈ ഒരു പപ്പായുടെ ഏകദേശം തണ്ട് ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ വെച്ച് പോരേ? ഇവിടെ വെച്ച് പരീക്ഷിച്ച് നോക്കണം. ഇവിടെ വെച്ച് പോരേ? ഇല്ല, മുകളിലോട്ടൊന്ന് പിടിച്ചമ്മ, മുകൾ വശം ഒന്ന് പിടിച്ചേ. കട്ട് ചെയ്യട്ടെ? എന്റെ വയറൊക്കെ ഓടിച്ചോ. അങ്ങനെ 2 തുണ്ടും ആക്കിയിട്ടുണ്ട് നമ്മളല്ലേ. ഇനി കിളിക്കുവോ? എങ്ങാനും കിളിക്കുവോ? നോക്കാം. വേണ്ടേ? അയ്യോ, അത് പോയോ എന്റെ? വീണ് ഷടാ, പോയി വാടി ഇരിക്കുവായിരുന്നു. എന്താ സാധനം? എന്ത് കാണിച്ചു കൊടുത്തേ? 4 വർഷത്തെ കായ്ഫലം. ഇതും വേറെ കൊണ്ട് നട്ടു നോക്കാം. കിളിക്കുവോ അത്? ഏക ഒരു കായ്ഫലമാണ് എൻ്റെ. അപ്പൊ ആരെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ. ഗോൾഡ് മെഡൽ. എന്താ ഇത്രയെങ്കിലും ഞാൻ വെച്ചിട്ട് വന്നില്ല. അമ്മ വെച്ചിട്ട് എന്തെങ്കിലും വന്നോ? അമ്മ വെച്ചതുകൊണ്ട് എല്ലാം വാടിപ്പോയിട്ടേ ഉള്ളു. അമ്മ വെച്ചെല്ലാം വാടിപ്പോയിട്ടേ ഉള്ളു. ഞാൻ വെച്ചിട്ട് കണ്ട് ഇത്രയെങ്കിലും വന്നില്ലേ. അപ്പൊ ആരെങ്കിലും വേണ്ടവർ കോണ്ടാക്ട് ചെയ്തോ, ഞാൻ തരും. ഞാൻ അത് മാറ്റി വെച്ചേക്കുവാണ് നിങ്ങൾക്ക് വേണ്ടി. ഇത് വീണ്ടും ഇവിടെ വെച്ച് നമുക്ക് ഇവിടെ വെച്ച് കെട്ടാൻ പറ്റുമോ? എൻ്റെ അമ്മ പൊട്ടത്തരം പറയല്ലേ. അമ്മ പറഞ്ഞിട്ടാ കട്ട് ചെയ്തത്. മര്യാദക്ക് എനിക്ക് കായ്ഫലം വേണം അതിനകത്ത്. നീ കണ്ടോ, നല്ലപോലെ കിളിച്ചില്ലേല് അമ്മ എന്തോ ചെയ്യോ നോക്കാം.
അപ്പൊ ഇനി നമുക്ക് അതിന് വേണ്ടി വേണ്ടത് കമ്പും കാര്യങ്ങളൊക്കെ വേണം. അതിന് പറ്റിയ കമ്പ് ഈ കമ്പ് മതിയോ? കമ്പെടുക്കാം. നാലായിട്ട് മുറിക്കാൻ പോകട്ടോ. അത്രയും പോരെ? അത് മതി. പിന്നെ അതിന്റെ ക്രോസിന് ഒരു മുറിയും കൂടെ. അമ്മ ഈ ശക്തിയൊക്കെ എവിടെ പോകുന്നു അമ്മ ജോലി ചെയ്യുന്നതിന്റെ ഒക്കെ? മുറിഞ്ഞോ? മതി. ഇനി 4 കമ്പ് വെക്കണം. 2 കമ്പ് മതി അല്ലേ മാം? 2 കമ്പിന്റെ ആവശ്യം. 2 കമ്പ് അതിന്റെ ക്രോസ് ആയിട്ടായിരുന്നു വെക്കണ്ട കേട്ടോ. ഇങ്ങനെ അന്ന് തോന്നുന്നു, നോക്കാം. ആഞ്ഞു വെക്കട്ടെ. കേറുന്നില്ലടാ. ഇത് ഒന്നുകൂടെ കനം കുറയ്ക്കണോ? ആണോ? കുറയ്ക്കേണ്ടി വരുമോ? കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുവോ നമ്മള്? അപ്പം ശകലം കൂടെ ചെറുതാക്കിയ കാര്യമൊക്കെ ആയിരിക്കും അല്ലേ? തണ്ടിന് കനമില്ല. ഇങ്ങനല്ലേ? അടുത്ത കമ്പ് ഇങ്ങനെ. അപ്പം സക്സസ്. ഇത് കണ്ടോ, ഇവിടുന്ന് ഒരു ശിഖരം, ഇവിടുന്ന് ഒരു ശിഖരം, ഇവിടുന്ന് ഒരു ശിഖരം, ഇവിടുന്ന് ഒരു ശിഖരം. അതെ. അപ്പൊ ഇതിന്ന് ഒരു 10 പപ്പായ, ഇതിന്ന് ഒരു 10 പപ്പായ, ഇതിന്ന് ഒരു 10 പപ്പായ, പ്രതീക്ഷിക്കാം. ഇതിന്ന് ഒരു 10 പപ്പായ. അതെ അല്ലേ? വിളിച്ചു വരട്ടെ. ഗൈസ്, അപ്പോൾ നമ്മളെ പണി ഏകദേശം അങ്ങനെ കഴിഞ്ഞിരിക്കുവാണ്. കണ്ട ആ ഒരു വിടവിലൂടെ നമ്മൾ ക്രോസിന് കമ്പ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനി വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ഇനി മൂടി വെക്കണം അല്ലേ? കെട്ടി വെക്കണം. കവർ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഇത് കിളിക്കാൻ വേണ്ടി കാത്തിരുന്നാൽ മാത്രം മതി. അപ്പൊ ഇനി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കവറാണേ കേട്ടോ. ഇത് മുകളിൽ വെച്ച് കെട്ടുക. മോളി വെച്ച് കെട്ടുമ്പോ ഇതിന്റെ അടിയിലോട്ട് വരില്ല കേട്ടോ. ഈ കമ്പിന്റെ മോളിൽ നിൽക്കാൻ പാടുള്ളൂ. കയറെടുക്ക്. ഇതുപോലത്തെ ഒരു കയറിട്ട് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാ കേട്ടോ. കെട്ടിക്കുക ഇതുപോലെ. മതി. നോക്കാം നമുക്ക്. അപ്പൊ നമ്മളെ സംഭവം പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുവാണ് അല്ലേ മേ? ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പപ്പായുടെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ പപ്പായുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര മാസം കൊണ്ട് അത് കിളിക്കും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ കിളിക്കുവാണെങ്കിൽ അതിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും അല്ലേ? അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരേക്കും വീണ്ടും സന്ധ്യയ്ക്ക് വരയ്ക്കും. വണക്കം.